കോടതി വിരുദ്ധ പരാമർശവുമായി CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സുപ്രീം കോടതിയിലേക്കും ഹൈക്കോടതികളിലേക്കും RSS സംഘപരിവാർ റിക്രൂട്ട്മെന്റ് എന്ന് വിവാദ പരാമർശം. MV ഗോവിന്ദൻ ജുഡീഷ്യറി സംവിധാനത്തെ വെല്ലുവിളിക്കുകയാണെന്ന് BJP നേതാവ് MD രമേശ്. കണ്ണൂരിൽ നടന്ന പരിപാടിക്കിടെയാണ് MV ഗോവിന്ദന്റെ കോടതി വിരുദ്ധ പരാമർശം. സുപ്രീം കോടതിയിലേക്കും ഹൈക്കോടതിയിലേക്കും RSS സംഘപരിവാർ റിക്രൂട്ട്മെന്റ് ആണെന്നും RSSന്റെയും സംഘപരിവാറിന്റെയും കോമരങ്ങളായവരെയാണ് കോടതികളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതുമെന്നാണ് പരാമർശം. പക്ഷേ സുപ്രീം കോടതി റിക്രൂട്ട്മെന്റ് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കണം. ആരാ ABVPയുടെയും കോൺഗ്രസിന് RSSന്റെയും സംഘപരിവാർ വിഭാഗത്തിന്റെയും കോമരമായി പ്രവർത്തിക്കുന്ന ആളുകളെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും എടുക്കുകയാണ്. എത്ര കൊല്ലം ഇന്ന് നിലനിൽക്കുന്ന ജനാധിപത്യത്തിന്റെ ജുഡീഷ്യറിയുടെ ആ മഹിമ നിലനിൽക്കും? ഒരു സംശയവും വേണ്ട, നിലനിൽക്കില്ല. എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും തീരുമാനിക്കുന്നത് ഹിന്ദുത്വത്തിലേക്കുള്ള യാത്രയായിരിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് അപകടങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഈ അപകടകരമായ സാഹചര്യത്തിൽ തന്നെയാണ് നമ്മൾ ഇതിനെ നേരിടുന്നത്. ജുഡീഷ്യറിയുടെ മഹിമ എക്കാലവും നിലനിൽക്കില്ലെന്നും MV ഗോവിന്ദൻ പറയുന്നു. MV ഗോവിന്ദൻ രാജ്യത്തെ ജുഡീഷ്യറി സംവിധാനത്തെ വെല്ലുവിളിക്കുകയാണെന്നും CPMന്റെ പഴയ നിലപാടിലേക്ക് MV ഗോവിന്ദൻ പോയെന്നും MD രമേശ് പ്രതികരിച്ചു. പക്ഷേ രാജ്യത്തിലെ ജുഡീഷ്യൽ സംവിധാനത്തെ തങ്ങൾക്കൊരു തെരുമ്പും പോലും വിശ്വാസമില്ല. ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയാകെ ചോദ്യം ചെയ്യുന്ന ഒരു നിലപാടാണ് ശ്രീ MV ഗോവിന്ദന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. CPMന്റെ നേരത്തെയുള്ള നിലപാടിന്റെ ഒരു തുടർച്ചയായിട്ട് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ഇതാദ്യമായല്ല CPM നേതാക്കളുടെ ഭാഗത്തു നിന്നും കോടതി വിരുദ്ധ പരാമർശം. ഭരണഘടന ഉറപ്പുതരുന്ന വിശ്വാസത്തെ അടക്കം വെല്ലുവിളിച്ചുകൊണ്ട് ഷംസീർ അടക്കമുള്ള നേതാക്കൾ മുന്നോട്ട് വന്നിരുന്നു. അടിക്കടി ഉണ്ടാകുന്ന കോടതി വിരുദ്ധ പരാമർശത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ജനം, കണ്ണൂർ.